നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കോക്രോച്ച് ജനതാ പാർട്ടി സ്ഥാപകൻ അഭിജിത്ത് ദീപ്കയുടെ പിതാവിന്റെ സാമ്പത്തിക സ്രോതസ്സുകളെക്കുറിച്ച് സമഗ്രമായ അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ട് സൂറത്ത് സ്വദേശിയായ വിവരാവകാശ പ്രവർത്തകൻ രംഗത്ത് വന്നിരിക്കുകയാണ്. മഹാരാഷ്ട്ര സർവീസിൽ നിന്ന് വിരമിച്ച ഒരു ജീവനക്കാരന് തന്റെ മകന്റെ വിദേശത്തെ ഉയർന്ന വിദ്യാഭ്യാസ ചെലവ് എങ്ങനെ താങ്ങാൻ കഴിഞ്ഞുവെന്നാണ് RTI പ്രവർത്തകനായ അമിത് തിവാരി പ്രധാനമായും ചോദ്യം ചെയ്യുന്നത്. നീറ്റ് പരീക്ഷാ ചോർച്ചയുമായി ബന്ധപ്പെട്ട് ഡൽഹി പോലീസിന്റെ നടപടികൾ നേരിടുന്ന സമരക്കാർക്ക് നിയമസഹായം നൽകുന്നതിനായി മുതിർന്ന അഭിഭാഷകനും രാജ്യസഭാ MP-യുമായ കപിൽ സിബൽ പ്രഖ്യാപിച്ച 1 കോടി രൂപയുടെ ലീഗൽ ഡിഫൻസ് ഫണ്ടിൽ പരിശോധന ആവശ്യപ്പെട്ടും അമിത് തിവാരി അധികാരികളെ സമീപിച്ചിട്ടുണ്ട്. മഹാരാഷ്ട്ര ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് കോർപ്പറേഷനിൽ ജൂനിയർ എഞ്ചിനീയർ ആയിരുന്ന ഭഗവാൻ റാവു ദീപ്കെ 60,000 to 65,000 രൂപ മാത്രം പ്രതിമാസം ശമ്പളം വാങ്ങിച്ച് എങ്ങനെയാണ് മകന്റെ വിദേശ പഠന ചെലവുകൾ കണ്ടെത്തിയതെന്നാണ് അമിത് തിവാരിയുടെ പ്രധാന ചോദ്യം. പിതാവിനെതിരെ അനധികൃത സ്വത്ത് സമ്പാദനത്തെക്കുറിച്ച് അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ട മഹാരാഷ്ട്ര സർക്കാരിന് അമിത് തിവാരി പരാതി നൽകിയിട്ടുണ്ട്. കൂടാതെ സമരക്കാർക്കായുള്ള കപിൽ സിബലിന്റെ 1 കോടി രൂപയുടെ സംഭാവനയിൽ 18% GST ബാധകമാണോ എന്ന് പരിശോധിക്കണമെന്നും കാണിച്ച് സെൻട്രൽ ബോർഡ് ഓഫ് ഇൻഡയറക്ട് ടാക്സസ് ആൻഡ് കസ്റ്റംസിനും കത്തയച്ചിട്ടുണ്ട്. കോക്രോച്ച് ജനതാ പാർട്ടി രജിസ്റ്റർ ചെയ്യാത്ത ഒരു സംഘടനയാണെങ്കിലും രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിലാണ് പ്രവർത്തിക്കുന്നതെന്നും അമിത് തിവാരി ആരോപിക്കുന്നു. ജനാധിപത്യ നിയമം 1951 സെക്ഷൻ 29A പ്രകാരം ഈ സംഘടന ഇലക്ഷൻ കമ്മീഷനിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്ന് പരിശോധിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനെയും സമീപിച്ചിട്ടുണ്ട്. നീറ്റ് പരീക്ഷാ പേപ്പർ ചോർച്ച വിവാദവുമായി ബന്ധപ്പെട്ട് ഡൽഹിയിൽ നടന്ന സമരങ്ങൾക്കും പ്രതിഷേധങ്ങൾക്കും ഇടയിലാണ് കോക്രോച്ച് ജനതാ പാർട്ടി എന്ന പേര് ചർച്ചകളിൽ ഇടം പിടിക്കുന്നത്. സമരത്തിനിടെ അറസ്റ്റിലായ പ്രതിഷേധക്കാർക്ക് നിയമപരമായ പിന്തുണ പ്രഖ്യാപിക്കാൻ മുതിർന്ന അഭിഭാഷകൻ കപിൽ സിബൽ 1 കോടി രൂപയുടെ ഫണ്ടും പ്രഖ്യാപിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് സംഘടനയുടെ ഫണ്ടിങ്ങും നേതാക്കളുടെ പശ്ചാത്തലവും ചൂണ്ടിക്കാട്ടി RTI പ്രവർത്തകൻ പരാതിയുമായി രംഗത്തെത്തിയത്. അതിനിടെ കഴിഞ്ഞ ദിവസം ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഒരു വീഡിയോ അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരുന്നു. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ നിരന്തരം CJP സമരവുമായി ബന്ധപ്പെട്ടും വിദ്യാർത്ഥികൾക്ക് വേണ്ടി എടുക്കുന്ന തീരുമാനങ്ങളെ കുറിച്ചുള്ള വീഡിയോസ് അദ്ദേഹം പങ്കുവയ്ക്കുന്നുണ്ട്. അതിൽ കഴിഞ്ഞ ദിവസം അദ്ദേഹം പറഞ്ഞിരുന്നു, അന്ന് സമരം നടന്ന സമയങ്ങളിൽ അദ്ദേഹത്തിന്റെ കുടുംബത്തെയും അദ്ദേഹത്തിന്റെ അമ്മയെയും അദ്ദേഹത്തെയും വളരെ മോശമായ രീതിയിൽ അശ്ലീല പരാമർശങ്ങൾ നിറഞ്ഞ ചുവയോടുകൂടി സംസാരിച്ചിട്ടുള്ള പല വീഡിയോസും കണ്ടു. അതിനോടൊക്കെ തന്നെ നമ്മൾ ക്ഷമിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഒരു വീഡിയോ പങ്കുവച്ചിരുന്നു. ആ CJP പ്രൊട്ടസ്റ്റ് നടക്കുന്ന സമയങ്ങളിൽ അവിടെ സമരം നല്ല രീതിയിൽ നടത്തുന്നുണ്ട്. പക്ഷേ അതിനിടയിൽ കുറെ പേർ സോഷ്യൽ മീഡിയയിലൊക്കെ തന്നെ ഇന്ത്യൻ പ്രധാനമന്ത്രിക്കെതിരെയും അദ്ദേഹത്തിന്റെ അമ്മയ്ക്കെതിരെയും അതുപോലെ വളരെ മോശമായ രീതിയിൽ പല വീഡിയോസ് ഇടുന്നു കണ്ടിരുന്നു. അത്തരത്തിൽ സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുന്ന വീഡിയോസ് പലതും നീക്കാൻ വേണ്ടിയിട്ട് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും കേന്ദ്രത്തിന്റെ ഭാഗത്ത് നിന്ന് ഒരു പ്രഖ്യാപനം ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഈ ഒരു സമയത്ത് നരേന്ദ്രമോദി ഇത്തരത്തിൽ വീഡിയോ പങ്കുവെക്കുന്നതിനെയും അഭിജിത്ത് ദീപ്കെ കളിയാക്കിക്കൊണ്ട് രംഗത്ത് വന്നിരുന്നു. പ്രധാനമന്ത്രിയുടെ ചർമ്മത്തിന് രാജ്യത്തിന്റെ ഭാവിയേക്കാൾ തിളക്കമുണ്ടെന്നാണ് ദീപ്കയുടെ പരിഹാസം. പാർലമെന്റിൽ പൊതുപരീക്ഷാ നിയമ ഭേദഗതി ബിൽ പാസാക്കിയതിന് പിന്നാലെ ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ച വീഡിയോയുടെ താഴെയായിരുന്നു കമന്റ് സെക്ഷനിൽ ദീപ്കയുടെ പ്രതികരണം വന്നത്. മഹാരാഷ്ട്രയിലെ സ്വന്തം വീട്ടിൽ തിരികെ എത്തിയ ദീപ്കെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പദവി ഒഴിഞ്ഞ് ഇൻഫ്ലുവൻസർ ആകുന്നതാകും നല്ലതെന്നും കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നു. മോദി പ്രധാനമന്ത്രി പദവി ഒഴിഞ്ഞാൽ മറ്റൊരു നേതാവിനെ ആ ഉത്തരവാദിത്തം കൈകാര്യം ചെയ്യാൻ കഴിയുമെന്നും ദീപ്കെ പറഞ്ഞിരുന്നു. പ്രധാനമന്ത്രി സോഷ്യൽ മീഡിയ വീഡിയോകളിലൂടെ വിദ്യാർത്ഥികളോട് സംവദിക്കുന്നതിനെ കുറിച്ചുള്ള ചോദ്യത്തിനായിരുന്നു ദീപ്കയുടെ ഈ ഒരു പ്രതികരണം. വ്യാഴാഴ്ച പോസ്റ്റ് ചെയ്ത സെൽഫി സ്റ്റൈൽ വീഡിയോയിൽ വിശ്വാസ്യതയുള്ള പരീക്ഷാ വ്യവസ്ഥ സ്ഥാപിക്കുന്നതിന് വേണ്ടിയുള്ള പ്രധാനപ്പെട്ട ഒരു നീക്കമാണ് പരീക്ഷാ ഭേദഗതി ബില്ലെന്നാണ് പ്രധാനമന്ത്രി പ്രതികരിച്ചത്. സാങ്കേതിക വിദ്യയിലൂടെയും കർശനമായ നിയമങ്ങളിലൂടെയും പരീക്ഷാ രീതികളെ സർക്കാർ പരിഷ്കരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. മാത്രമല്ല പേപ്പർ മാഫിയയെ വെറുതെ വിടില്ലെന്നും അദ്ദേഹം
അദ്ദേഹം സന്ദേശത്തിൽ പറയുന്നുണ്ട്. നിയമ ഭേദഗതി പാർലമെന്റ് പാസാക്കുന്നതിന് മുമ്പ് തന്നെ ഇതിലെ നിർദ്ദേശങ്ങൾക്കെതിരെ CJP കടുത്ത വിമർശനം ഉന്നയിച്ചിരുന്നു. കുറ്റക്കാർക്കെതിരെ കർശനമായ ശിക്ഷാരീതികൾ കൊണ്ടുവരുന്നതിലാണ് സർക്കാർ കൂടുതൽ ശ്രദ്ധ ചെലുത്തിയിരിക്കുന്നത്. ചോദ്യപേപ്പർ ചോർച്ച തടയാനുള്ള മാർഗങ്ങളെക്കാൾ പ്രാധാന്യം ശിക്ഷാരീതികൾക്കാണ് നൽകിയിരിക്കുന്നതെന്നും CJP അഭിപ്രായപ്പെട്ടിരുന്നു. ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ സ്ഥാപിക്കുന്നതിനെയും ശിക്ഷാരീതികളെയും കുറിച്ച് വിശദീകരിക്കുന്നതിനിടയിൽ ചോദ്യപേപ്പർ ചോർച്ച തടയുന്നതിന് നിങ്ങൾ എന്ത് നടപടിയാണ് സ്വീകരിച്ചതെന്നാണ് CJP വക്താവായ അശുതോഷ് റാങ്കെ ചോദിച്ചത്. പരീക്ഷാ പരിഷ്കരണങ്ങളിലെ പ്രായോഗികതയെ ചോദ്യം ചെയ്തുകൊണ്ട് കേന്ദ്ര സർക്കാരിനെതിരെ പ്രതിരോധം തീർക്കാൻ ശ്രമിക്കുന്നതിനിടയിലാണ് CJP നേതൃത്വത്തെ കുരുക്കിലാക്കി ഫണ്ടിംഗ് സംബന്ധിച്ച പരാതികളും ഉയർന്നു വരുന്നത്. അതേസമയം തന്നെ അന്ന് സമരം നടക്കുമ്പോൾ പ്രധാനമന്ത്രിക്കെതിരെ അധിക്ഷേപ പരാമർശം നടത്തിയ 15-കാരിയായ പെൺകുട്ടിക്ക് നേരെ ബലാത്സംഗ ഭീഷണി. ഇൻസ്റ്റഗ്രാമിലൂടെയും ഫോൺ കോളുകളിലൂടെയും തനിക്ക് നിരന്തരം ഭീഷണി സന്ദേശങ്ങൾ വരുന്നുണ്ടെന്നും തനിക്കെതിരെയുള്ള കേസ് ഇതുവരെ പിൻവലിച്ചിട്ടില്ലെന്നും പെൺകുട്ടി വെളിപ്പെടുത്തി. നേരത്തെ ജന്തർ മന്ദറിൽ നടന്ന പ്രതിഷേധത്തിനിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ അധിക്ഷേപകരമായ പരാമർശം നടത്തിയ സംഭവത്തിൽ പെൺകുട്ടി പരസ്യമായി മാപ്പ് ചോദിച്ചിരുന്നു. സുഹൃത്തുക്കൾക്കൊപ്പം ജന്തർ മന്ദറിലെത്തിയ താൻ ചുറ്റുമുള്ളവരുടെ സ്വാധീനത്തിലാണ് മുദ്രാവാക്യം വിളിച്ചതെന്നും രാജ്യത്തോടും ജനങ്ങളോടും ക്ഷമ ചോദിക്കുന്നുവെന്നും പെൺകുട്ടി പങ്കുവച്ച വീഡിയോയിൽ വ്യക്തമാക്കിയിരുന്നു. അതേസമയം സംഭവത്തിൽ വിദ്യാർത്ഥികളോട് താൻ ക്ഷമിക്കുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പ്രതികരിച്ചിരുന്നു. പോസ്റ്റ് ചെയ്ത വീഡിയോ സന്ദേശത്തിലൂടെയാണ് പ്രധാനമന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത്. തനിക്കെതിരെയും അന്തരിച്ച തന്റെ മാതാവിനെതിരെയും ഉപയോഗിച്ച വാക്കുകൾ വേദനിപ്പിച്ചുവെങ്കിലും വിദ്യാർത്ഥികൾക്ക് തെറ്റുകൾ തിരുത്താൻ അവസരം നൽകണമെന്നും അവരെ ശിക്ഷിക്കുന്നതിന് പകരം നേർവഴിക്ക് നടത്താൻ സമൂഹം തയ്യാറാകണമെന്നും അദ്ദേഹം അഭ്യർത്ഥിച്ചിരുന്നു.